ഫാന്റാസ്റ്റിക് ഫോർ ഫാൻസ്, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മിസ്റ്റർ ഫാന്റാസ്റ്റിക്, ഇൻവിസിബിൾ വുമൺ, ഹ്യൂമൻ ടോർച്ച്, ദ തിങ് ഇവരെല്ലാം ഉൾപ്പെടുന്ന ഫാന്റാസ്റ്റിക് ഫോറിന്റെ ലോകവും നമ്മൾ കാണുന്ന കോഡിങ്ങും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്? തീർച്ചയായും വലിയൊരു ബന്ധമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും കോഡിങ്ങിനെയും ഫാന്റാസ്റ്റിക് ഫോർ എങ്ങനെ ബന്ധിപ്പിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. റെഡിയല്ലേ? ഫാന്റാസ്റ്റിക് ഫോർ ടീമിന്റെ തലച്ചോറായ റീഡ് റിച്ചാർഡ് അഥവാ മിസ്റ്റർ ഫാന്റാസ്റ്റിക് ഒരു സാധാരണ ശാസ്ത്രജ്ഞനല്ല. അദ്ദേഹം ഒരു പ്രതിഭാശാലിയായ ഭൗതിക ശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമാണ്. ബഹിരാകാശ യാത്രകൾ, മറ്റ് ഡയമെൻഷനുകളിലേക്കുള്ള പോർട്ടലുകൾ, സങ്കീർണമായ ഉപകരണങ്ങൾ ഇതെല്ലാം അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളാണ്. ഈ കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം പിന്നിൽ അഗാധമായ ശാസ്ത്രീയ അറിവ് മാത്രമല്ല, അതെല്ലാം പ്രവർത്തിപ്പിക്കുവാൻ ആവശ്യമായ സങ്കീർണമായ അൽഗോരിതങ്ങളും കോഡിങ്ങിന്റെ അറിവും ആവശ്യമാണ്. ഒരു സിസ്റ്റം എങ്ങനെ നിർമ്മിക്കാം, എങ്ങനെ പ്രവർത്തിപ്പിക്കാം, അതിന്റെ ഡേറ്റ എങ്ങനെ വിശകലനം ചെയ്യാം എന്നതിന്റെ എല്ലാം കോഡിംഗ് രൂപമാണ് റീഡിന്റെ കണ്ടുപിടുത്തങ്ങൾ. ഫാന്റാസ്റ്റിക് ഫോറിന്റെ പല ഉപകരണങ്ങളും ടീമിന്റെ വാഹനങ്ങളും അദൃശ്യമായ ഫോഴ്സ് ഫീൽഡുകളും എല്ലാം ഹൈടെക് എഞ്ചിനീയറിംഗിന്റെയും പ്രോഗ്രാമിംഗിന്റെയും ഉദാഹരണങ്ങളാണ്. ഓരോ സൂപ്പർ ഹീറോയുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുവാനും നിയന്ത്രിക്കുവാനും റീഡ് വികസിപ്പിക്കുന്ന ഉപകരണങ്ങൾ ഡാറ്റ സയൻസിന്റെയും AI-യുടെയും വലിയ സാധ്യതകളാണ് കാണിക്കുന്നത്. നമ്മുടെ നായകന്മാർ മാത്രമല്ല, ഫാന്റാസ്റ്റിക് ഫോറിന്റെ പ്രധാന വില്ലനായ ഡോക്ടർ ഡൂമിന്റെ ടെക്നോളജികളും കോഡിങ്ങിന്റെ ശക്തിയാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ റോബോട്ട് സൈന്യങ്ങൾ, ലാറ്റ്വേരിയ അത്യാധുനിക സംവിധാനങ്ങൾ ഇവയെല്ലാം പ്രവർത്തിക്കുന്നത് സങ്കീർണമായ കോഡിങ്ങിലൂടെയാണ്. ഡാറ്റ സുരക്ഷയും സൈബർ യുദ്ധങ്ങളും സിസ്റ്റങ്ങളെ ഹാക്ക് ചെയ്യുന്നതുമെല്ലാം ഫാന്റാസ്റ്റിക് ഫോറിന്റെ ലോകത്തും നമ്മൾ കാണുന്ന ഡിജിറ്റൽ യുദ്ധക്കളങ്ങളാണ്. പിന്നെ ഈ സിനിമകൾ എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തുന്നത്? അതിന്റെ പിന്നിലും കോഡിംഗ് ഉണ്ട്. സിനിമയുടെ വിഷ്വൽ എഫക്ട്സ്, 3D മോഡലിംഗ്, ആനിമേഷൻ, സൗണ്ട് ഡിസൈൻ, എഡിറ്റിംഗ് ഇവയെല്ലാം സോഫ്റ്റ്വെയറുകളും അൽഗോരിതങ്ങളും ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഒരു ഫാന്റാസ്റ്റിക് ഫോർ സിനിമയിലെ ഓരോ ഫ്രെയിമിലും കോഡിങ്ങിന്റെ സ്വാധീനമുണ്ട്. ഫാന്റാസ്റ്റിക് ഫോർ സിനിമകൾ വെറും ഒരു വിനോദം മാത്രമല്ല, അത് ശാസ്ത്രീയ ചിന്തയെയും കണ്ടുപിടുത്തങ്ങളെയും അതിനെ സാധ്യമാക്കുന്ന കോഡിങ്ങിന്റെയും എഞ്ചിനീയറിംഗിന്റെയും ശക്തിയെയും കുറിച്ച് നമുക്ക് പ്രചോദനം നൽകുന്നു. സിനിമകളിൽ കാണുന്ന ഈ അത്ഭുതങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്നത് കോഡിങ്ങിലൂടെയാണ്. നിങ്ങൾ ഒരു പുതിയ കോഡറോ അല്ലെങ്കിൽ കോഡിംഗ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ? എങ്കിൽ ഈ സിനിമകൾ നിങ്ങൾക്ക് വലിയ പ്രചോദനമാകും. ഫാന്റാസ്റ്റിക് ഫോർ യൂണിവേഴ്സിലെ ഓരോ ടെക്നോളജിയും വെറും ഭാവനയല്ല, അതിനെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന പ്രതിഭകളാണ് ഇന്നത്തെ കോഡർമാർ. നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ട സൂപ്പർ ഹീറോകളെ പോലെ ടെക് ലോകത്തെ ഒരു ഹീറോ ആകാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. കോഡിങ്ങും ഫാന്റാസ്റ്റിക് ഫോർ സിനിമകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ രസകരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.